കണ്ണൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി രഘുനാഥ് മുൻ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കുകയും ചെയ്ത ആളാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച ആളാണ് സി രഘുനാഥ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി.ജെ.പിയിലെത്തിയ സി രഘുനാഥ് ഇപ്പോൾ കണ്ണൂർ പാർലമെന്റ് സീറ്റ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ്. ബി.ജെ.പിക്കും സി.പി.എമ്മിനും രക്തസാക്ഷികളുടെ ചുവന്ന മണ്ണായ കണ്ണൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി രഘുനാഥിന് ഇനിയും പ്രത്യേകതകളുണ്ട്. അതേസമയം ബി.ജെ.പിയിലാകട്ടെ ഇന്നലെ വന്ന സി രഘുനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മുറുമുറുപ്പ് പ്രകടമാണ്. ഏതാനും ആഴ്ചകൾ മാത്രം ബി.ജെ.പി. പാർട്ടിയിൽ പരിചയമുള്ള ഒരാളെ കണ്ണൂരിലെ ബലിദാനികളുടെ മണ്ണിൽ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയല്ല എന്നാണ് ബി.ജെ.പിയിൽ അഭിപ്രായമുള്ളത്. ബി.ജെ.പിയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരെ ഉണർത്താനും ശക്തമായതും വികാരപരമായ ഒരു ഇലക്ഷൻ പ്രവർത്തനം നടക്കില്ലെന്നും പറയുന്നു. അനേകം പതിറ്റാണ്ടുകൾ പാർട്ടിക്കായി പോരാടി മരിച്ച് ജീവിക്കുന്നവരും കരുത്തരുമായ നേതാക്കളുള്ള കണ്ണൂരിൽ ഒരു മുൻ കോൺഗ്രസുകാരനെ കണ്ടെത്തേണ്ടി വന്നത് പാർട്ടി പ്രവർത്തകരുടെ വീര്യത്തെ ബാധിക്കും. ഇത്രമാത്രം റിസോഴ്സ് ബി.ജെ.പിക്ക് കണ്ണൂരിൽ കുറവാണെന്നും ഇത് കണക്കാക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. കെ.പി.സി.സി. പ്രസിഡന്റ് കെ സുധാകരന്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു. അതിനാൽ തന്നെയാണ് ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിക്കാൻ സീറ്റ് നൽകിയത്. പിന്നീട് കെ സുധാകരനുമായി പിണങ്ങി. ആ പിണക്കം പിന്നീട് സി രഘുനാഥിനെ പാർട്ടി വിടുന്നതിലേക്കും ബി.ജെ.പിയിലേക്കും നയിച്ചു. സി രഘുനാഥ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത് കെ സുധാകരന് ബി.ജെ.പിയിലേക്ക് വഴിയൊരുക്കാൻ എന്നും കെ സുധാകരൻ പറഞ്ഞുവിട്ടതാണെന്നും വരെ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോൾ തന്റെ കണ്ണൂരിൽ സന്തത സഹചാരി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായതോടെ കെ.പി.സി.സി. പ്രസിഡന്റ് കെ സുധാകരൻ നെട്ടോട്ടത്തിലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ചപ്പോൾ അന്ന് സുധാകരന്റെ നോമിനിയായിരുന്നു രഘുനാഥ്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ മമ്പറം ദിവാകരനെ ഒഴിവാക്കിയാണ് രഘുനാഥിനെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയാക്കിയത്. തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയും സുധാകരൻ മമ്പറം ദിവാകരനെതിരെ ഗുണ്ടായിസം നടത്തി പിടിച്ചെടുത്തു. സുധാകരൻ എന്തുതന്നെയായാലും കണ്ണൂരിൽ മത്സരിക്കില്ല. തൊട്ടപ്പുറത്ത് എതിർ സ്ഥാനാർത്ഥി LDF-ലെ എം.വി. ജയരാജനും. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുകയാണെങ്കിൽ എം.വി. ജയരാജൻ പാട്ടും പാടി ജയിക്കും. കണ്ണൂരിലെ പൂഴിക്കടത്ത് മാഫിയെ നിയന്ത്രിക്കുന്നത് സുധാകരൻ തന്നെയാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. കണ്ണൂർ വിട്ടതോടെ സുധാകരന്റെ സ്വപ്നം വടകരയാണ്. വടകരയിൽ കെ ശൈലജ മത്സരിക്കുന്നതോടെ അതും വെല്ലുവിളിയാണ്. ആർഎംപിയെ പിടിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാമെന്ന സ്വപ്നത്തിലാണ്. എന്നാൽ വി.ഡി. സതീശനും ചെന്നിത്തലയും സുധാകരനിട്ട് എങ്ങനെ പണി കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് സുധാകരന്റെ എം.പി. മോഹം. സുധാകരന്റെ മോഹം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കില്ലെന്ന് യഥാർത്ഥ കോൺഗ്രസുകാർ തന്നെ പറയുന്നു. സി.പി.എമ്മിന് വോട്ട് ചെയ്താലും സുധാകരന് വോട്ട് ചെയ്യില്ലെന്നാണ് നട്ടലുള്ള കോൺഗ്രസുകാരുടെ നിലപാടും. കെ സുധാകരന് വേണമെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നതാണ് കോൺഗ്രസിലെ തീരുമാനം. കണ്ണൂരിൽ നിന്നും തോൽവി ഭയന്ന് വടകരയിലേക്ക് മാറാനുള്ള കെ സുധാകരന്റെ നീക്കം നടക്കില്ലെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെന്നാണ് അറിയുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇനിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. കെ സുധാകരൻ തന്റെ നോമിനിയെ വയ്ക്കാൻ നീക്കം നടത്തുകയും പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രത്തിൽ വി.ഡി. സതീശനുള്ള പിടിപാടുകൾ കെ സുധാകരന് വെല്ലുവിളിയാകും. തന്റെ നോമിനിയെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിൽ നിന്നും വരുന്ന സ്ഥാനാർത്ഥിക്ക് പിന്നിൽ കെ സുധാകരൻ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുമോ എന്നും ഇനി കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.